നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാവാതെ കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കമാണ് പ്രഖ്യാപനം വൈകാൻ കാരണം. ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, മലപ്പുറം UDFന് ഏറെ അനുകൂലമായൊരു മണ്ണാണ്. ലീഗിൻ്റെ പിന്തുണയോടെ അടക്കമാണെങ്കിലും കോൺഗ്രസിന് സ്വാധീനമുണ്ട്. അവിടെ ഇങ്ങനെ തർക്കമുണ്ടാകുക എന്നുള്ളത് ഭൂഷണമല്ലല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവിടെ? രഞ്ജിത്ത്, 33-ൽ 10 സീറ്റുകളിലാണ് കോൺഗ്രസ് ഇവിടെ മത്സരിക്കുന്നത്. അതിൽ തന്നെ 4 സീറ്റ് മാത്രമാണ് ജനറൽ ഉള്ളത്. 6 സീറ്റ് വനിതാ സംവരണം അങ്ങനെ മാറ്റിവെച്ചതാണ്. ഈ ഒരു 4 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തതാണ് ഇവിടെ തർക്കം നീളാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ജനറൽ സീറ്റ് ആയതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ആളുകളുടെ ഒരു തമ്മിലടിയാണ് ഈ ഒരു സീറ്റുകൾക്ക് വേണ്ടിയുള്ളത്. ആരെയും ഒഴിവാക്കാനും കഴിയില്ല. അതായത് സംവരണം കാരണം പറഞ്ഞ ആരെയും ഒഴിവാക്കാൻ കഴിയില്ല ജനറൽ സീറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ 4 സീറ്റിൽ ആരെയെല്ലാം തീരുമാനിക്കണമെന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം വൈകുന്ന സാഹചര്യമാണ് നിലവിൽ. ആ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. മാത്രമല്ല, ഇതോടനുബന്ധിച്ച് ബ്ലോക്ക് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവരുടെ പ്രധാനമായിട്ടും DCC നേതൃത്വം കാണുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുക്കാൻ കഴിയാത്തവർക്ക് ബ്ലോക്കിലേക്ക് കൊടുത്ത് അവരെ സമവായത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ബ്ലോക്കിലെയും ആ സീറ്റ് പ്രഖ്യാപനം വൈകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ 4 സീറ്റുകൾ മാത്രമാണ് ജനറലായുള്ളത്. മേലാറ്റൂർ, വാഴക്കാട്, അതേപോലെ തേഞ്ഞിപ്പലം തുടങ്ങിയ സീറ്റുകളാണ്. അവിടെയൊക്കെ തന്നെ വഴിക്കടവും. അവിടെയൊക്കെ തന്നെ ഈ 4 സീറ്റുകളിലേക്ക് പല മുതിർന്ന നേതാക്കളെയും യുവ നേതാക്കളെയും ഒക്കെ പരിഗണിക്കുന്നുണ്ട്. 10-ൽ 1 സീറ്റിൽ മാത്രമാണ് ഇതൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് KPC ജനറൽ സെക്രട്ടറി അലിപ്പറ്റ ജമീലയാണ്. അവരെ വണ്ടൂരിൽ അവർ മത്സരിക്കുന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് എവിടെയും പ്രഖ്യാപനം നടന്നിട്ടില്ല. ഇത് വലിയ തോതിൽ തന്നെ സ്ഥാനാർത്ഥി ആകാൻ ശ്രമിക്കുന്നവർക്കും തലവേദനയാകുന്നുണ്ട്. കാരണം ഒരു ദിവസം കൊണ്ട് ഇനി ഈ ഒരു സ്ഥാനാർത്ഥി നോമിനേഷൻ പത്രിക പൂരിപ്പിച്ചു കൊടുക്കലടക്കമുള്ള കാര്യങ്ങളിൽ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുന്ന സാഹചര്യം. അതുപോലെ തന്നെ പ്രചരണത്തിൽ നിലവിൽ തന്നെ CPM-ഉം ഇടതുപക്ഷവും LDF-ഉം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ കോൺഗ്രസ് മാത്രമാണ് അവസാന നിമിഷം വരേക്കും ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടി കൊണ്ടുപോയി പ്രചരണത്തിൻ്റെ സമയം അത്രയും നഷ്ടപ്പെടുത്തിയ സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കൂട്ടക്കാരൻ. ഇനിയും മാറ്റിവെക്കാൻ കഴിയില്ല. നാളെയാണ് അവസാന ദിവസം. ഇവിടെ ജനറൽ സീറ്റുകളിലേക്ക് മുതിർന്ന നേതാക്കൾക്കൊപ്പം തന്നെ ജാതി മത പരിഗണന വെച്ച് ആളുകളെ പരിഗണിക്കുന്നതാണ് പ്രധാനമായിട്ടും എവിടെ. അതേപോലെ ഗ്രൂപ്പിനും ഒപ്പം ആർക്ക് നൽകണം എന്നൊരു കാര്യത്തിൽ ഈ തർക്കം നിലനിൽക്കാൻ കാരണം ഇന്ന് വൈകുന്നേരത്തോടെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പ്രചരണത്തിൽ ഇത്രയും ദിവസം മറ്റുള്ളവർ ഇടതുപക്ഷം മുന്നിൽ പോയത് ഒരു തരത്തിൽ സ്ഥാനാർത്ഥിയാകുന്നവർക്ക് തലവേദനയാകുന്നുണ്ട്. മാത്രമല്ല, സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകാത്തതാണ് ഇവിടെ ഈ പ്രഖ്യാപനം നീളുന്നതിനും പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത്. രഞ്ജിത്ത്, തീർച്ചയായും അത്തരത്തിലൊരു ആശയ പ്രതിസന്ധിയിലാണ് അവിടെ കോൺഗ്രസ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം മലപ്പുറത്തെ UDFൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സാധ്യതകളെ ഏത് തരത്തിൽ ബാധിക്കുമെന്നതും കാത്തിരുന്ന് കാണണം. കാർഷിക മേഖലയായ കൂത്താട്ടുകുളത്ത് കർഷകരുടെ പ്രതിസന്ധിയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പൈനാപ്പിളിന് നേരിടുന്ന വിലയിടിവ് പ്രധാന വിഷയമാണ്. കർഷകരും കാർഷിക കുടുംബങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളും ഇത്തവണ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ രംഗത്തുണ്ട്. കൂത്താട്ടുകുളം നഗരസഭയിലേക്ക് വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. കൂത്താട്ടുകുളം വരുമ്പോഴേക്കും ഏറ്റവും പ്രധാന വിഷയങ്ങളെന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടുന്ന കർഷകരുടെ വിഷയങ്ങൾ തന്നെയാണ്. ഇവിടെ റബ്ബറുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത് എടുത്തു പറയുന്നത് പൈനാപ്പിളാണ്. നമ്മളൊരു പൈനാപ്പിൾ തോട്ടത്തിൻ്റെ എല്ലാം തന്നെ സമീപത്താണുള്ളത്. പൈനാപ്പിൾ കർഷകർ അവർക്ക് എന്ത് പറയുന്നു എന്നതെല്ലാം തന്നെയാണ് പ്രധാനപ്പെട്ടതാകുന്നത്. നമുക്കൊപ്പം വർഷങ്ങളായി പൈനാപ്പിൾ കൃഷി നടത്തുന്ന യോഹന്നാൻ ചേട്ടൻ, അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ UDF സ്ഥാനാർത്ഥിയാണ്. 2ാം വാർഡിൽ മത്സരിക്കുന്നു, മേരി ചേച്ചി. ഏതായാലും രാഷ്ട്രീയമാകട്ടെ കാർഷിക കാര്യങ്ങളാകട്ടെ ഏതായാലും രണ്ടുപേരിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഏതായാലും വാശിയേറിയൊരു മത്സരമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? ഇവിടെ നല്ല സഹകരണമാണ്. വോട്ടർമാരൊക്കെ 100% വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അവരെന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ആ ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സ്ഥലമാണ്
കൂത്താട്ടുകുളം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് CPM-ഉം ഒരു തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ളൊരു പരാതിയും അങ്ങനെ കാര്യങ്ങളിൽ കേരളത്തിൻ്റെ മൊത്തം ശ്രദ്ധ നേടിയെടുത്തൊരു സ്ഥലമൊക്കെയാണ്. രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുണ്ട്. എങ്ങനെയാണ് ആ സംഭവങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അത് ചർച്ച ചെയ്യപ്പെടും, പക്ഷേ അതൊരു എൻ്റെ വോട്ടിനെ അത് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ സ്വന്തം വീടും എൻ്റെ ഭർത്തൃ വീടും തമ്മിൽ അടുത്തടുത്ത വാർഡുകളാണ്. അപ്പോൾ എന്നെ നേരിട്ട് എല്ലാ വ്യക്തികൾക്കും അറിയാവുന്നതാണ്. രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു ബന്ധമുണ്ട്. എന്നാലും കർഷകരുടെ ഒരു വലിയ പ്രശ്നങ്ങൾ പലപ്പോഴും കൂത്താട്ടുകുളം ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാർഷിക മേഖലയിൽ നിന്നെല്ലാം തന്നെ വരാറുണ്ട്. പൈനാപ്പിൾ കർഷകനാണ് വർഷങ്ങളായിട്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു വിപണിയും സാധ്യതകളൊക്കെ? എങ്ങനെ പലരും പറയുന്നു ലീസിനെടുത്ത സ്ഥലങ്ങൾ നഷ്ടത്തിലാകുന്നു എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അനുഭവങ്ങൾ? എങ്ങനെയാണ്? ഇപ്പം വളരെ നഷ്ടത്തിലാണ്. ഇപ്പോൾ തീരെ വിലയില്ല. കാരണം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മുടക്കുന്ന മുതലിൻ്റെ പകുതി പോലും ഇപ്പോൾ കിട്ടുന്ന ഒരു സാഹചര്യമല്ല. കർഷകർ ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്നു. ഒരു 2-3 മാസമായിട്ട് ഇപ്പോൾ തീരെ വിലയില്ല. വില ഉണ്ടാകുന്ന അവസരത്തിൽ വിലയുണ്ട്. ഇപ്പോൾ വില കൂടും കുറയുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞാൽ ഇപ്പോൾ തീരെ വിലയില്ല. എന്താണ് അങ്ങനെ സർക്കാർ അല്ലെങ്കിൽ മറ്റേത് ഏതെങ്കിലും ഏജൻസികൾ അവരൊക്കെ ഒരു ഇടപെടലൊക്കെ ഇതിൽ വേണ്ടതാണോ? നിങ്ങളുടെ ഒരു ആവശ്യം എങ്ങനെ കർഷകൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നാമത് വളത്തിന് ഭയങ്കര വില, പണിക്കൂലി കൂടുതൽ, എല്ലാ ഇതുങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഈ കൃഷി മുന്നോട്ട് പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. അതിന് ഒരു എന്താ പറയുക, ഒരു തുച്ഛമായ വില കൂടുതൽ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അത്യാവശ്യം വില കിട്ടേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെ പണിക്കാരെ കിട്ടുന്നുണ്ടോ? സാധാരണ ഇപ്പോൾ എല്ലായിടത്തും എന്ന പോലെ ഇതര സംസ്ഥാനക്കാർ അതിഥി തൊഴിലാളികൾ തന്നെയാണോ എല്ലായിടത്തും എത്തുന്നത്? എല്ലാം സംസ്ഥാന തൊഴിലാളികളാണ്. അവർ നമുക്ക് ആവശ്യത്തിനുള്ള പണിക്കാരുണ്ട്. നമുക്ക് സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് സ്ഥിരം പണിക്കാരുണ്ട്. പണിക്ക് കുറവൊന്നുമില്ല. ആദ്യം വലിയ സാധ്യതകളാണല്ലോ ഈ പൈനാപ്പിൾ. കേരളത്തിൻ്റെ ഒരു വലിയ അടുത്തൊരു വിള എന്ന രീതിയിലെല്ലാമാണല്ലോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഈ സീസൺ മഴ അത്ര അടക്കമുള്ള കാര്യങ്ങളെല്ലാം ബാധിക്കുന്നുണ്ടോ? മഴയ്ക്ക് കുഴപ്പമൊന്നുമില്ല. മഴ കന്നാര കൃഷിക്ക് നല്ലതാണ്. പിന്നെ വേനൽ വരുമ്പോഴാണ് ഏറ്റവും വലിയ കുഴപ്പങ്ങൾ. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പൈനാപ്പിൾ നല്ല ഇതാണ്, പക്ഷേ വിലയില്ല. അങ്ങനെ കേരളത്തിലെ എല്ലായിടത്തും ഇത് വിപണി ഇവിടെ നിന്ന് തന്നെയാണോ? മൂവാറ്റുപുഴ, അതോടൊപ്പം തന്നെ വാഴക്കുളം, അതൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശസ്തിയുള്ള. ഇന്ത്യയിൽ തന്നെ വലിയ ആവശ്യക്കാർ ഒരുപാടുള്ളതാണല്ലോ. അല്ല, അത് ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത് മൂവാറ്റുപുഴ ഒരു ഏജൻസിക്കാണ്. ഏജൻസിക്ക് നമ്മൾ സാധനം കൊടുത്ത് വിടും. ഏജൻസി ഇട്ട് തരുന്ന വില നമ്മൾ മേടിക്കുന്നു. അല്ലാതെ വേറെ പ്രത്യേക ഒരു വില നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അത് നമുക്ക് വിശ്വാസമുണ്ട്. അവർ അതാത് മാർക്കറ്റ് അനുസരിച്ചുള്ള വില തരുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ കൊടുത്തു പോകുന്നു. അത് വില കുറഞ്ഞാലും കൂടിയാലും ആ വില കിട്ടും, അവർ തരും. അതിന് കുഴപ്പമില്ല. എങ്ങനെ എല്ലാ നാണ്യ ഇതിലും കാർഷിക ഇതിലും ആൾക്കാർ പറയുന്നത് ഇടനിലക്കാർക്ക് കൂടുതൽ ലാഭം എന്നെല്ലാം തന്നെ പറയുന്ന അവസ്ഥയാണ്. ഇതിലും അതൊക്കെ തന്നെയാണോ സംഭവിക്കുന്നത്? ഇടനിലക്കാർക്ക് ലാഭമാണോ എന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് മാർക്കറ്റ് അനുസരിച്ച് നോക്കുന്നതനുസരിച്ചുള്ള വില നമുക്ക് തരുന്നുണ്ട്. അവരിപ്പോൾ എന്ത് വിലയ്ക്ക് വിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾക്ക് മുതലാവുന്നൊരു വില അവരിൽ നിന്ന് ഈ പ്രതികൂല സാഹചര്യത്തിലും കിട്ടുന്നുണ്ടോ? ഇല്ല, നമുക്ക് മുതലാവുന്നില്ലല്ലോ. നമുക്ക് പേപ്പർ കാണുന്ന വിലയിൽ 2-3 രൂപ താഴ്ത്തി തരുവാണ്. അപ്പോൾ അവരെന്ത് വിലയ്ക്ക് വിൽക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ആ വില നമുക്കിപ്പോൾ കിട്ടിയാൽ പോരാ. ഒരു 40 രൂപയുടെ മുകളിലെങ്കിലും നമുക്കൊരു വില കിട്ടിയാലേ നമുക്ക് മുതലാവത്തുള്ളൂ. ഇപ്പോൾ വില ഞാൻ നാളെ ലോഡ് ചക്ക വെട്ടി 20 രൂപയ്ക്കാണ്. 1-ാം വർഷം ചക്ക വെട്ടി 20 രൂപയ്ക്കാണ്. അത് നമുക്ക് മുടക്ക മുതലിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക്, പുതിയ തലമുറക്കെല്ലാം കൃഷിയോടൊക്കെ ഒരു ആഭിമുഖ്യം അതെങ്ങനെയാണ്? അത് അവരോട് ഉപദേശിക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. ഇങ്ങോട്ട് ധൈര്യമായിട്ട് കടന്നു വന്നോളൂ എന്നൊക്കെ പറയാൻ അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ വന്ന് കൃഷി ചെയ്തോ അതിന് ലാഭമാണെന്ന് പറയാൻ ഇപ്പോൾ പറ്റില്ല. ഇപ്പോഴത്തെ കൃഷിക്ക് നിങ്ങളിപ്പോൾ ഈ പണിക്ക് ഇറങ്ങണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. മറ്റേ വില കൂടുതലുള്ള സമയത്താണ് ഞാൻ പലരും പറയാണ്ട് നിങ്ങൾ ചെയ്തു നോക്ക്, നിരുത്സാഹപ്പെടുത്തുന്നില്ല, ചെയ്ത് നോക്ക്, ഇപ്പോഴത്തെ വിലയ്ക്ക് പറ്റില്ല എന്ന് എന്നോട് 2-3 ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞെങ്ങനെയാണ്. ഒരുപാട് കർഷകരുള്ള ഒരിടമാണല്ലോ. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ ഇവരുടെ മുന്നിലേക്ക് വയ്ക്കാനായിട്ട് പറയാനൊക്കെ? അത് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവിടെ കൂട്ടായ്മയായിട്ട് ഒരു സംഘടന ഇവിടെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അവർ ഞങ്ങൾ പറയും അങ്ങനെ വില കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് കാണുന്ന വില ഇതല്ലേ നമുക്ക് വേറെ. തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അതൊക്കെ ഉന്നയിക്കുന്നുണ്ടോ ആളുകൾ, കൃഷിക്കാർ വെച്ച് നിൽക്കണമെന്നൊക്കെ? അത് അങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെ ഇത്തരം വിഷയങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുമെന്ന് തന്നെയാണോ? സാധിക്കുമെന്നാണ് വിചാരിക്കണേ. പിന്നെ നമുക്ക് വളത്തിനും കുറച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വളത്തിന് കുറച്ച് സബ്സിഡിയോ കാര്യങ്ങളോ ഈ കർഷകർക്ക് ഒരു സബ്സിഡി ഉള്ളൊരു ഇത് തരുവാണെങ്കിൽ അത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകാം.
പിന്നെ മക്കള് ജോലിക്ക് പോണതിന് മുമ്പ് കൃഷിയിൽ പപ്പയുടെ കൂടെ കൂടുമായിരുന്നു, ഞാനും സഹായിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ്, പിള്ളേർക്കും താല്പര്യമാണ് കൃഷിയോട്. പക്ഷേ അവരിപ്പോൾ ജോലി കിട്ടി പോയി. തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങൾ എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു. എന്തായാലും കൂത്താട്ടുകുളം മേഖലയിലേക്ക് വരുമ്പോഴേക്കും നിരവധിയായ ഇടങ്ങളിൽ ഇത്തരം പൈനാപ്പിൾ തോട്ടങ്ങളെല്ലാം തന്നെ കാണാം. പലർക്കും പല രീതിയിലുള്ള കഥകൾ തന്നെ പറയാനുണ്ട്. ചിലർ ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഇച്ഛാശക്തി അടക്കം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിസന്ധികളിൽ വല്ലാതെ അങ്ങ് ഉലഞ്ഞു പോകുന്നവരുമെല്ലാം തന്നെയുണ്ട്. അവർക്കിടയിലേക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്